ഇതെൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു ഈവനിങ് വ്യൂ ആണ്. പണ്ടിവിടെ ഇത്രയും ബിൽഡിങ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഫുൾ ബിൽഡിങ്സ് ആയി. നല്ല വ്യൂ ഒന്നും ഇല്ല, കംപ്ലീറ്റ്ലി കവേർഡാണ്. Hello guys, welcome back to my channel Living It with Vishnu Gary. ഇന്ന് സൺഡേ ആണ്. സൺഡേ ഈവനിങ് ആയിട്ടുണ്ട്. ഒരു ആഫ്റ്റർനൂൺ നാപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ബാൽക്കണിയിൽ ഒരു കോഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ ഈ വീക്കെൻഡ് ഐ തോട്ട് ഐ കുഡ് ടേക്ക് യു അറൗണ്ട് ആൻഡ് ഞാൻ യൂഷ്വലി പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നടന്നില്ല. ഇന്ന് കർഫ്യൂ ഉണ്ട്. സോ മേ ബി സം ടൈം നെക്സ്റ്റ് വീക്ക് ഹോപ്പ്ഫുള്ളി എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ബട്ട് ആസ് ഓഫ് നൗ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് നെറ്റ്ഫ്ലിക്സിലെ എൻ്റെ ഫേവററ്റ് സീരീസ് ഏതൊക്കെയാണ്, ടോപ്പ് 5 ഓഫ് മൈ ഫേവററ്റ് സീരീസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊരു കുഞ്ഞ് റിവ്യൂ വെച്ചിട്ട് പറഞ്ഞു തരാമെന്ന്. ബിക്കോസ് ഐ വാസ് നെവർ എ ഫാൻ ഓഫ് സീരീസ് കേട്ടോ. എനിക്ക് ഒരു സീരീസൊക്കെ ഫുൾ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാനുള്ളൊരു പേഷ്യൻസ് ഉള്ള ആളേ അല്ലായിരുന്നു. ഐ വാസ് മോർ ഓഫ് എ മൂവി പേഴ്സൺ. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം നമ്മൾക്ക് ഒത്തിരി സമയം എക്സ്ട്രാ കിട്ടിയില്ലേ, ലൈക്കിനോ വേറൊന്നും ചെയ്യാണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഓക്സിജൻ പ്ലേയും യൂട്യൂബും ഒക്കെ തന്നെയായിരുന്നു. സോ അങ്ങനെ ഞാൻ ഇനിഷ്യലി കുറേ മൂവീസ് കണ്ടു, ഒത്തിരി മൂവീസ് കണ്ട് ആ മൂവീസൊക്കെ എക്സോസ്റ്റഡായി. പിന്നെ കാണാൻ മൂവീസൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും എന്താ പറയുക ഈ സീരീസ് ഒക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം സീരീസ് വാച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മൈ ഗോഡ്, ഞാൻ പണ്ടൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു സീരീസ് നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ഭയങ്കര അഡിക്റ്റീവാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇതൊക്കെ ഇത്രയും വാച്ച് ചെയ്യാനൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം വൺസ് ഐ സ്റ്റാർട്ടഡ് വാച്ചിങ്, ഓ മൈ ഗോഡ്, ശരിക്കും ലൈക്ക് വർത്ത് യുവർ ടൈം കേട്ടോ. അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വാച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് ഇനിഷ്യലി ഞാൻ കുറേ സീരീസൊക്കെ ഇങ്ങനെ റിവ്യൂസൊക്കെ കണ്ട് ഞാൻ വാച്ച് ചെയ്തു. പക്ഷേ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ജോൺഡർ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ യു ആർ. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അതിൻ്റെ നെക്സ്റ്റ് സീസണിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള ടോപ്പ് 5 നെറ്റ്ഫ്ലിക്സ് സീരീസാണ് ഞാൻ ഇന്ന് ഈ വ്ലോഗിൽ പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എൻ്റെ ഈ ഔട്ട്ഫിറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര വർക്കൗട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഞാനിപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യാറേ ഇല്ല. വീട്ടിൽ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിലിരുന്ന് ഒത്തിരി നല്ല ഫുഡൊക്കെ കഴിച്ച് ഐ പുട്ട് ഓൺ ക്വയറ്റ് എ ലോട്ട് ഓഫ് വെയിറ്റ്. ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് ഐ നീഡ് ടു ഡു സംതിങ് അബൌട്ട് മൈ വർക്കൗട്ട് റെജീം. ഞാൻ നേരത്തെ ജിമ്മിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഐ വാസ് എ മെമ്പർ ഇൻ ഗോൾസ് ജിം. സോ റെഗുലറായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഐ ഹാഡ് എ ഫിസിക്കൽ ട്രെയിനർ ദെയർ. അതിനു മുമ്പ് ഐ ഹാഡ് എ യോഗ ഇൻസ്ട്രക്ടർ അറ്റ് ഹോം ഹു യൂസ് ടു കം ഹോം ആൻഡ് ടീച്ച് മീ യോഗ. അതും നല്ലതായിരുന്നു. പിന്നെ ഐ ഹവ് ഡൺ സെഷൻസ് ഇൻ ലൈക്ക് കിക്ക് ബോക്സിങ്. എനിക്കൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആ 2018-19 ടൈമിലൊക്കെ ഐ വാസ് ക്വൈറ്റ് റെഗുലർ വിത്ത് മൈ വർക്കൗട്ട് ആൻഡ് തിങ്സ്. പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ഐ എം റിയലി ലൈക്ക് സാഡ് അബൌട്ട് ദാറ്റ് പാർട്ട്. പിന്നെ എന്നാലും വൺസ് ഇൻ എ വൈൽ സമയമൊക്കെ കിട്ടുമ്പോൾ ഞാൻ യോഗ, ബിക്കോസ് ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ വീട്ടിലിരുന്ന് എസ്പെഷ്യലി ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ആക്ടിവിറ്റിയൊക്കെ ഭയങ്കര കുറവാണ്. പുറത്ത് പോകുന്നില്ല. ഫുൾ ടൈം നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ച് അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തില്ലല്ലോ ഉള്ള അതിശയം. സോ എന്തായാലും I need to get back on my proper workout regime. I hope that will happen soon. പക്ഷേ അതുവരെ ഞാനിങ്ങനെ കോഫിയൊക്കെ കഴിച്ച് കുറേ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. സോ ഐ തോട്ട് ഞാൻ ഇന്നലെ ഒരു ഐ ലവ് ടർക്കിഷ് സ്വീറ്റ്സ് ഒക്കെ. ഞാൻ പണ്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കുറേ ടർക്കിഷ് സ്വീറ്റ്സും ടർക്കിഷ് പ്ലേസസിലൊക്കെ പോയിട്ടുണ്ട്. സോ
അങ്ങനെ ഞാൻ ഇന്നലെ പെട്ടെന്ന് എനിക്കിങ്ങനെ കുറച്ച് ടർക്കിഷ് ബക്ലാവ കഴിക്കാനുള്ള ഒരു ക്രേവിങ് ഉണ്ടായി. സോ അങ്ങനെ ഞാൻ ഓൺലൈൻ ഒരു സ്റ്റോറിൽ കുറച്ച് ദിവസം മുമ്പ് ഓർഡർ ചെയ്തതാണ് ദീസ് ബക്ലാവാസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബോക്സ്. സി ദ ബക്ലാവ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ സ്റ്റോറാണ്. ദേ ഡെലിവർ ലൈക്ക് യു നോ ഒത്തൻറ്റിക് ടർക്കിഷ് സ്വീറ്റ്സ്. കുറേ ഇറ്റ്സ് എൻ അസോർട്ടഡ് ഒരു പാക്കാണ്. ഞാൻ കുറേ കഴിച്ചു കേട്ടോ, അതാണ് പകുതി കാണാത്തത്. ആൻഡ് ഇതിൽ സീ കണ്ടോ 100% വെജിറ്റേറിയൻ ആൻഡ് 100% കെമിക്കൽ ഫ്രീ ബക്ലാവാസ് ആണ്. സോ ഇത് ഞാൻ ഓർഡർ ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ നെറ്റ്ഫ്ലിക്സ് മൂവീസും സീരീസും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്, എന്തായിരുന്നു മൈ ടോപ്പ് 5 ബിഞ്ച് വർത്തി നെറ്റ്ഫ്ലിക്സ് ഷോസ് സീരീസാണ്. 5th പൊസിഷനിലുള്ളത് ഇറ്റ്സ് എൻ ഇന്ത്യൻ സീരീസ്. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് കോൾഡ് ദ ഇന്ത്യൻ മാച്ച് മേക്കിംഗ്. സീമ ടപ്പാരിയ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ, ഷീ ക്ലെയിംസ് ടു ബി വൺ ഓഫ് ഇന്ത്യാസ് ടോപ്പ് ഇന്ത്യൻ മാച്ച് മേക്കർ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലാണല്ലോ ഏറ്റവും കൂടുതൽ അറേഞ്ച്ഡ് മാരേജസ് ഉള്ളത്. അപ്പം അറേഞ്ച്ഡ് മാരേജസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളുടെ ഈ എന്താ പറയുക മാട്രിമോണിയൽ സൈറ്റ്സ് പോലെ തന്നെ വേറെ ഇൻഡിവിജ്വൽസ്, പണ്ടൊക്കെ നമ്മൾ പറയത്തില്ലേ കല്യാണ ബ്രോക്കർമാരെന്നൊക്കെ പറയില്ലേ, അതുപോലെ അതിൻ്റെ കുറച്ചും കൂടി പോളിഷ്ഡ് വേർഷൻ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ലേഡി ഉണ്ട് സീമ ടപ്പാരിയ. ഷീ ഈസ് എ മുംബൈ ബേസ്ഡ് ഇന്ത്യൻ മാച്ച് മേക്കർ. ഷീ ഗെറ്റ്സ് ഇൻ ടച്ച് വിത്ത് ഫാമിലീസ് അറൗണ്ട് ദ ഗ്ലോബ്. ആൻഡ് ഇപ്പം പാരൻസിന് അവരുടെ ചിൽഡ്രനെ കല്യാണം കഴിപ്പിച്ചയക്കണം എന്നുണ്ടെങ്കിൽ ഇഫ് യു അപ്രോച്ച് ദിസ് പെർട്ടിക്കുലർ ലേഡി, ദർ ആർ പ്ലെൻറ്റി ഓഫ് അതർ മാച്ച് മേക്കേഴ്സ് ഇൻ ഇന്ത്യ. പക്ഷേ ഷീ ഈസ് ഓൾസോ ലൈക്ക് യു നോ വൺ ഓഫ് ദ ടോപ്പ്, ഷീ ക്ലെയിംസ് ടു ബി വൺ ഓഫ് ദ ടോപ്പ് ഇന്ത്യൻ മാച്ച് മേക്കർ. അപ്പോൾ പുള്ളിക്കാരിയാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ. So she actually travels to places like Houston and New Jersey, New Delhi, back to Mumbai and കുറേ ഇങ്ങനെ ഭയങ്കര ഹൈ പ്രൊഫൈൽ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ അറേഞ്ച്ഡ് വെഡിങ്സ് നടക്കുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാരി ആ ഒരു ഷോയിൽ കൂടെ കാണിക്കുന്നത്. എനിക്ക് ഇനിഷ്യലി ആ ഒരു ഷോ കണ്ട സമയത്ത് ഐ ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് വെരി അപ്പീലിംഗ്. ലൈക്ക് എനിക്ക് ആദ്യമൊക്കെ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി. But then once I started knowing the characters and you know the depth of the characters and it's like ഒരു സിറ്റ്കോം പോലെ തന്നെയാണ്. And it's very funny. So many good characters and ഭയങ്കര കോമിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. So it's a lovely watch. I think it got released last year. ഒരു സീസണേ ആയിട്ടുള്ളൂ. So I'm still waiting for the next season to happen. സോ അതാണ് എൻ്റെ 5th പൊസിഷനിലുള്ള നെറ്റ്ഫ്ലിക്സ് സീരീസ്. 5th പൊസിഷനിൽ ഇന്ത്യൻ മാച്ച് മേക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 4th പൊസിഷൻ ഞാൻ കൊടുത്തേക്കുന്നത് ഒരു യുനോ ഭയങ്കര സസ്പെൻസ്ഫുൾ ആൻഡ് യുനോ ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് എ സീരീസാണ്. ഇറ്റ്സ് കോൾഡ് ദ അൺസോൾവ്ഡ് മിസ്റ്ററീസ്. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഐ എം എ sucker for crime thrillers and murder mysteries. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതിൽ ഇഷ്ടംപോലെ മൂവീസ് കണ്ടിട്ടുണ്ട്. ആൻഡ് I watched a lot of series in crime thrillers. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ട്വിസ്റ്റഡ് മൈൻഡാണ്, അതുകൊണ്ടാണ് ക്രൈം ആൻഡ് മർഡർ മിസ്റ്ററീസ് ഇതൊക്കെ വാച്ച് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. വൺസ് യു സ്റ്റാർട്ട് വാച്ചിങ് ഇതൊക്കെ ഭയങ്കര അഡിക്റ്റീവാണ്. And it's not because you have a twisted mind, it's more because you find some sort of a curiosity about watching these kind of series or movies. So അങ്ങനത്തെയൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യമൊക്കെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമല്ല. അതിനെക്കാട്ടിലും ഒക്കെ ദൃശ്യം ഇസ് എ വെരി നൈസ് മൂവി. നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മൂവീസിലാണ് ഒന്നാണ് ദൃശ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാട്ടിലും ഒത്തിരി റിസർച്ചൊക്കെ ചെയ്ത ആൾക്കാർ ചെയ്തേക്കുന്ന ഒത്തിരി സ്പാനിഷ് മൂവീസ് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ ഒത്തിരി മർഡർ മിസ്റ്ററീസ് ആൻഡ് ക്രൈം ത്രില്ലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ക്രൈം റെക്കോർഡിങ്സ് ഓർ ക്രൈം ഡോക്യുമെൻ്ററീസ് ഉണ്ട്. ഒത്തിരി
ലൈക്ക് റിയൽ ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അതിൻ്റെ പ്രോസിക്യൂഷൻ ആൻഡ് യുനോ ദ ട്രയൽ പീരിയഡ് ഇതൊക്കെ കാണിക്കുന്ന ഒത്തിരി ഷോസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദെയർസ് എ ഷോ, ദെയർ വാസ് എ സീരീസ് കോൾഡ് ദ സ്റ്റെയർ കേസ്. ഇതൊക്കെ സ്റ്റെയർ കേസ് ഉണ്ട്. അതുപോലെ ടെഡ് ബണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ കില്ലറിൻ്റെ ഒരു ഷോ ഉണ്ട്. പുള്ളിയുടെ കംപ്ലീറ്റ് ലൈഫ് ഹിസ്റ്ററി കാണിച്ചുകൊണ്ടും പുള്ളിയുടെ ട്രയലും അതൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ടേപ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഞാൻ അങ്ങനത്തെ കുറേ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇഫ് സംബഡി ഈസ് ലൈക്ക് ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് യുനോ ദീസ് കൈൻഡ് ഓഫ് ഈ ഒരു പെർട്ടിക്കുലർ ജോണർ ഓഫ് സീരീസ് ആൻഡ് മൂവീസ്, അതിന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാൻ ഐ വിൽ ഡു എ സെപ്പറേറ്റ് വീഡിയോ ഓൺ ദാറ്റ് ബിക്കോസ് അത് കുറേ ഉണ്ട്. ഐ ഹാവ് വാച്ച് ലൈക്ക് പ്രോബ്ലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോർ ദാൻ 25-30 സീരീസ് കേട്ടോ, സീരീസ് ആൻഡ് പ്ലസ് അതുപോലെ തന്നെ മൂവീസും കണ്ടിട്ടുണ്ട്. സോ അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഐ ക്യാൻ ഷെയർ ദ റിവ്യൂ. അപ്പോൾ ഇതിൽ അൺസോൾവ്ഡ് മിസ്റ്ററീസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ഭയങ്കര റേറ്റിംഗ് ഉള്ളൊരു സീരീസാണ്. അതിനകത്ത് കുറേ ഇതുപോലെ തന്നെ മേർഡർ മിസ്റ്ററീസ് ഉണ്ട്, സയൻസ് റിലേറ്റഡ് മിസ്റ്ററീസ് ഉണ്ട്, ലൈക്ക് UFO സൈറ്റിങ്സ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് പിന്നെ മെർമെയ്ഡിൻ്റെയും അങ്ങനെ കുറേ യുനോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ബിഞ്ച് വർത്തി. ആൻഡ് 2 സീസൺസ് ഉണ്ടായിരുന്നു. ഞാൻ ആ 2 സീസൺസും ഫിനിഷ് ചെയ്തു. സോ അൺസോൾവ്ഡ് മിസ്റ്ററീസ് ആണ് എൻ്റെ 4th പിക്ക്. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് വൺ, എനിക്ക് ഐ തിങ്ക് പ്രോബ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പക്ഷേ ഇറ്റ്സ് ഇൻ ദ തേർഡ് പൊസിഷൻ ഓൺലി ബിക്കോസ് യുനോ ഞാൻ അതിൻ്റെ ഒരു സീരീസേ ആയിട്ടുള്ളൂ, ആസ് ഇൻ ഒരു സീസണേ കഴിഞ്ഞിട്ടുള്ളൂ, ഒരു സീസണേ റിലീസ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഐ എം നോട്ട് പുട്ടിങ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ. ബട്ട് അതർവൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ. ഇറ്റ്സ് കോൾഡ് എമിലി ഇൻ പാരിസ്. എമിലി ഇൻ പാരിസ് ഒരു എന്താ പറയുക, ഭയങ്കര ഡിലൈറ്റ്ഫുൾ, ബ്രൈറ്റ് ടു വാച്ച്, ഓർ ലൈക്ക് യുനോ നമുക്ക് ഭയങ്കര ജോയ് ആൻഡ് കുറേ നല്ല മൊമെൻറ്റ്സ് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു സീരീസാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു US based ഒരു market researcher. She's traveling to France because she's hired to a marketing agency because they wanted to learn about the American aspect of market research. അപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു കുട്ടീനെ ഹയർ ചെയ്യാം. ഷീ ക്യാൻ സ്പീക്ക് ഓൺലി ഇംഗ്ലീഷ്. അപ്പം റൈറ്റ്, ലൈക്ക് ഫ്രാൻസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രഞ്ചൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ലോട്ട്സ് ഓഫ് സ്ട്രഗിൾസ്, ഒത്തിരി എംബാരസിങ് സിറ്റുവേഷൻസ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിറ്റി. ആൻഡ് അപ്പം അങ്ങനെ നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റാണ് ഈ എമിലി ഇൻ പാരിസ്. നമുക്ക് ശരിക്കും ഫ്രാൻസിൽ അല്ലെങ്കിൽ പാരീസിൽ പോയിട്ട് നമ്മൾ വരുന്ന ആ ഒരു എഫക്റ്റ് അതിലുണ്ട്. ഐ ആക്ച്വലി ഡിഡ് ഒരു സോളോ ട്രിപ്പ് ഇൻ പാരീസ് ഇൻ 2019. അപ്പോൾ എനിക്ക് ഇത് എമിലി ഇൻ പാരീസ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി അതിനകത്ത് കുറേ മെമ്മറീസ്, അന്നത്തെ എൻ്റെ ട്രിപ്പിൻ്റെ കുറേ മെമ്മറീസൊക്കെ ഇതിനകത്ത് റീലിവ് ചെയ്യാൻ പറ്റി. സോ ഇഫ് യു ആർ someone who would want to travel to Europe or Paris and അതിനെ ക്രേവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച് ദിസ്. ഐ എം ഷുവർ നിങ്ങളിത് കാണുമ്പോൾ തന്നെ യു മേക്കപ്പ് യുവർ മൈൻഡ് ദാറ്റ് യു പാക്കിംഗ് യുവർ ബാഗ്സ് ടു പാരീസ് സൂൺ. കാരണം അതിനകത്ത് ഒത്തിരി നമ്മുടെ ആ ബ്യൂട്ടിഫുൾ പാരീസിയൻ കഫേസും റോഡ്സും ദ ആർട്ട് ഗാലറീസും ഇതെല്ലാം അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, മസ്റ്റ് വാച്ച്, പ്ലീസ് വാച്ച് ദ ഷോ. എമിലി ഇൻ പാരീസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോ ആണ് ഷിറ്റ്സ് ക്രീക്ക്. സോ ദാറ്റ്സ് മൈ സെക്കൻഡ് വൺ. ടോപ്പ് 5 ലിസ്റ്റിൽ സെക്കൻഡ് പൊസിഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ഷിറ്റ്സ് ക്രീക്കിനാണ്. ഷിറ്റ്സ് ക്രീക്ക് ഒത്തിരി പേർക്ക് അറിയാവുന്നതായിരിക്കും. ഇറ്റ്സ് ഓൾറെഡി ലൈക്ക് ഇറ്റ്സ് 2015 സ്റ്റാർട്ട് ചെയ്ത ഷോ. ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ. സോ അപ്പോൾ തന്നെ അറിയാമല്ലേ അതിൻ്റെ എത്രമാത്രം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഷോ ആയിരിക്കും എന്ന്. It's about a family, ഒരു family which has a father, mother and 2 children. Very rich, filthy rich people, business class ആയിട്ടുള്ള ഭയങ്കര ഒരു ടോപ്പ് ഫാമിലി. അവർ പെട്ടെന്ന് ലൈക്ക് they go bankrupt and the only asset that is left to them is a very small ഒരു
ഇമ്പോവറിഷ്ഡ് ആയിട്ടുള്ള ഒരു ടൗൺ കോൾ ദ ഷിറ്റ്സ് ക്രീക്ക്. അപ്പോൾ അവരവിടേക്ക് താമസം മാറുന്നതും പിന്നെ അവിടെ മീറ്റ് ചെയ്യുന്ന കുറേ ക്യാരക്ടേഴ്സ് ആൻഡ് ഫണി ക്യാരക്ടേഴ്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഫണി സിറ്റുവേഷൻസ് ആൻഡ് യുനോ ഇറ്റ്സ് സോ നൈസ് ആൻഡ് യുനോ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ദിവസം ഷിറ്റ്സ് ക്രീക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ that will elevate your mood and ഭയങ്കര joyful ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. So Schitt's Creek is a must watch for anybody who's going through stress or trauma or depression or anything of that sort. So നമ്മുടെ മൂഡൊന്ന് ലൈറ്റൻ അപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു ഇതാണ് ഷോ ആണ് ഷിറ്റ്സ് ക്രീക്ക്. ഷിറ്റ്സ് ക്രീക്കും കഴിഞ്ഞ് coming to the top one, okay, my most favorite so far on Netflix. And the favorite series on Netflix is The Crown. I think ഒത്തിരി പേര് കണ്ടിട്ടുള്ള ഒരു ഷോ ആയിരിക്കും. If you have not watched it, please do watch it. You're losing out on a lot if you have not watched it, because it's about the British royal family, Queen Elizabeth and then how she became the queen, King George in the shesham, how she became the queen, and her coronation totta olla. It's like a biopic where all the characters, royal family, Prince Andrew and Prince Edward ആണെങ്കിലും Prince Philip മരിച്ചുപോയ Prince Philip എല്ലാവരുടെയും ഫാമിലി ലൈഫ് ഹിസ്റ്ററി എല്ലാം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇപ്പം ഐ തിങ്ക് സെക്കൻഡ് ഓർ ദ സെക്കൻഡ് സീസൺ ആണെന്ന് തോന്നുന്നു കഴിഞ്ഞത്. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. സോറി നോട്ട് ദ സെക്കൻഡ്, കുറച്ച് സീസൺസ് ആയിട്ടുണ്ട് കേട്ടോ. സോ ഐ റിയലി ഫൊഗോട്ട് എത്രയാണോ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. ദ റീസൺ വൺ വാസ് അബൌട്ട് പ്രിൻസസ് ഡയന. പ്രിൻസസ് ഡയന ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ശരിക്കും പ്രിൻസസ് ഡയനയുടെ ലൈഫും കാണിച്ചിട്ടുണ്ട്. ഡെത്ത് വരെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ലവ്ലി വാച്ച്. നമുക്കൊക്കെ പല ആൾക്കാർക്കും ബ്രിട്ടീഷ് റോയൽ ഫാമിലിയെക്കുറിച്ച് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഒപ്പീനിയൻസ് ആൻഡ് റിവോൾവിങ് റൗണ്ട് കുറേ മിസ്റ്ററീസ് അറൗണ്ട് ദ റോയൽ ഫാമിലി. അതൊക്കെ നമുക്ക് മാറും കേട്ടോ ഈ ഒരു ഷോ വാച്ച് ചെയ്യുമ്പോൾ. you find that they are the most they're very strong, especially the queen. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വെരി പവർഫുൾ ക്യാരക്ടറാണ്. ആൻഡ് she has gone through a lot of struggles in her own life as a queen. ഒരു queen ആയിട്ട് തന്നെ how she has dealt with her life and struggles and people expect a lot out of our young princess ആയിരുന്ന ടൈം തൊട്ട് the time she was announced as a queen, she had a lot to go through. She had to compromise on a lot of things in her family. ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ജീവിക്കുന്ന പോലെ അല്ല ഒരു ക്വീൻ എന്ന് പറയുമ്പോൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഷീ ഹാസ് ടു ബി വെരി ന്യൂട്രൽ ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് വെരി ഇമ്പാർഷ്യൽ ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. ഫാമിലി കം സെക്കൻഡ്, മൊണാർക്ക് ഇസ് ദ ഫസ്റ്റ്. അതാണ് ദ ക്രൗൺ. ദ ക്രൗൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇറ്റ്സ് വെരി എംപവറിങ്. നമ്മൾ ആ ഒരു ഷോ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഒത്തിരി സ്ട്രഗിൾസ് കൂടെ പോവാണ്, നമുക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതൊന്നും അല്ല. യു ഹാവ് ടു വാച്ച് ദീസ് കൈൻഡ് ഓഫ് ഷോസ് ടു നോ ദറ്റ് യു ആർ ഓൾ ഇൻ എ ബെറ്റർ പ്ലേസ്. നമ്മൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. വി ക്യാൻ ടേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ്. ഒരു ക്വീൻ ആവുമ്പം പീപ്പിൾ എക്സ്പെക്ട് ലോട്ട് ഔട്ട് ഓഫ് എ ക്വീൻ. സോ ഷീ കനോട്ട് ടേക്ക് ഹെർ ഓൺ ഡിസിഷൻസ് ഓർ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫൊന്നും ഒരിക്കലും കാണില്ല. സോ അത് എങ്ങനെയാണ് ഇത്രയും ലൈഫ് എക്സ്പീരിയൻസ് അവർക്കുണ്ട് എന്നുള്ളത് ഇറ്റ്സ് അമേസിങ്. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ദ ക്രൗൺ. സോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് നെറ്റ്ഫ്ലിക്സിലെ ഷോസ്. ഐ എം ഷുവർ നിങ്ങൾക്ക് കുറേ ഷോസ് ഇതുപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഒത്തിരി റെക്കമെൻഡേഷൻസ് ഒക്കെ പറയാറുണ്ട്. മൈ ബ്രദർ യൂസ് ടു ആസ്ക് മീ ടു വാച്ച് മണി ഹേസ്റ്റ്. ഫ്രണ്ട്സ് ഒക്കെ പറയും മണി ഹേസ്റ്റ് ഒക്കെ കാണാൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മണി ഹേസ്റ്റ് ഒക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഷോ ആണ്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. സോ ഐ നീഡ് ടു വാച്ച്. ഇങ്ങനെ നിങ്ങൾക്കും റെക്കമെൻഡേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് യുവർ റെക്കമെൻഡേഷൻസ്. ഞാൻ അതൊക്കെ വാച്ച് ചെയ്യാം. ആൻഡ് മീൻ വൈൽ കൺസിഡർ വാച്ചിങ് മൈ ടോപ്പ് 5 picks as well. And I hope you have a lovely Sunday and a beautiful week ahead. Next week I hope I can bring more videos to you.
Until then, bye. Sycamore tree.